കൊണ്ട് ഇതിപ്പോ പിടിക്കാൻ പിടിച്ചുകൊണ്ട് ഇടക്കര മാമാന്റെ മൂന്ന് ഇറങ്ങണായിരിക്കും കൈമ ബലം കൊടുത്തിട്ട് വലത്തെ കാലൊക്കെ. ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കിച്ചണിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ കോഴികളെക്കുറിച്ചും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ ചോറിനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കും കേട്ടോ. മോള് മദ്രസയ്ക്ക് ഒരു 6 മണിക്ക് പോവും. അപ്പോൾ അവൾക്ക് കുറച്ച് ചായ കൊടുത്തിട്ട് ചായയും സ്നാക്കൊക്കെയാണ് അവൾ കഴിക്കുക പോകുമ്പോൾ. അപ്പോൾ അത് കഴിച്ച് അവൾ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ചോറിനുള്ള പരിപാടി രാവിലെ തന്നെ നോക്കും കേട്ടോ. ഇന്ന് ഞാൻ പുറത്താണ് തീ പിടിപ്പിച്ചിട്ടുള്ളത്. മഴ ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അകത്ത് തീ പിടിപ്പിക്കും, അല്ലാത്ത സമയത്ത് ഇവിടെ തന്നെയാണ് വെക്കാറ് കേട്ടോ. ഇവിടെ നമ്മൾ പണിക്കാരൊക്കെ ഉണ്ടാവുമ്പോഴും പിന്നെ അതേപോലെ പുറത്തുള്ള വിറകൊക്കെ കത്തിക്കാൻ ഞാൻ ഈ ഒരു അടുപ്പാണ് ഉപയോഗിക്കുക. പിന്നെ അപ്പോഴേക്കും മോളൊക്കെ വന്നു. അപ്പോൾ അവൾക്ക് വേഗം പുറത്ത് നമ്മൾ കോഴികൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്കുള്ള കടികളൊക്കെ ഉണ്ടാക്കി വെക്കും. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കൽ. അപ്പോൾ ഇന്ന് വെള്ളപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്കുള്ളത് ആദ്യം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. പിന്നെ ആവശ്യം അവർ എണീറ്റ് വരുമ്പോൾ കഴിച്ചോളുമല്ലോ എന്ന് കരുതിയിട്ട്. വെള്ളപ്പത്തിന് കറിയായിട്ട് മുട്ട റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മുട്ട റോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അതൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ഒന്ന് കഴുകുകയാണ്. ആദ്യം തന്നെ ഞാൻ അരി 1-2 പ്രാവശ്യം ചൂടുവെള്ളം കൊണ്ട് കഴുകും കേട്ടോ. നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും, അരി കഴുകുമ്പോൾ കാണാമല്ലോ നമ്മുടെ കയ്യിലൊക്കെ ഒരു ഒട്ടി പിടിച്ച പോലെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാവാറില്ല. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും വന്ന് വിറകൊന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളെ പണികളൊക്കെ ഒരു വിധമൊക്കെ ഒതുക്കി പോരട്ടോ. പുറത്ത് ഇന്നലെ മഴ പെയ്ത കാരണം എനിക്ക് സുഖമായി ചെടിയൊന്നും നനക്കണ്ട, അല്ലെങ്കിൽ രാവിലെ തന്നെ നനക്കാൻ ഇറങ്ങേണ്ടി വരും. പിന്നെ കോഴികളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ കുറേ ചുറ്റുപാടുകളുണ്ടാവും. ആ സമയം കൊണ്ട് എൻ്റെ ചോറായി കിട്ടുകയും ചെയ്യും. ഇതിന് മുകളിൽ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചിങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഈ മുകളിലുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം തിളച്ച് കിട്ടുകയും ചെയ്യും ആ സമയം കൊണ്ട്. ഞങ്ങളെ കോഴിയൊക്കെ ഉണ്ട്. ചാവി എടുത്തോളേ, നോക്കിയേ ചാവി. ഇന്ന് ഞങ്ങളെ കോഴിയൊക്കെയുള്ള രാവിലത്തെ തന്നെ കോഴിയൊക്കെ ഫ്രൂട്ട്സ് ആട്ടാ. അപ്പോൾ കുറച്ച് മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല മാങ്ങയാണ്, കിളികൾ കുത്തിയിട്ട് ഇതൊക്കെ. ഇത് നല്ലതാ. വീണിട്ടേ ഇത്രയും ഉയരത്തുനിന്ന് വീഴല്ലേ. അപ്പോൾ പിന്നെ ഏതാ ഞങ്ങളെ പപ്പായ ഇട്ടാ. ഈ പപ്പായ പഴുത്ത് കഴിഞ്ഞാൽ ആർക്കും പറ്റൂല. അപ്പോൾ പിന്നെ കോഴിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞവത്തൊക്കെ കേട്ടാ ഇവിടെ കൊടുന്നപ്പോൾ വെള്ള കളറായി. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഞങ്ങളെ കോഴികൾക്കുള്ള മെനു ആണ്. ചാവി ഇത് ഇതല്ലേ ഈ വലിയ പാത്രത്തിൽ ഫ്രൂട്ട് കൊടുക്കട്ടാ. ആദ്യം ഫ്രൂട്ട് തിന്നോട്ടെ, എന്നിട്ട് ചോറ് കൊടുക്കാം. ഇതൊക്കെ എന്നാ അവിടെ നശിപ്പിക്കും. ചാവിയുടെ
ചിത്രം. അപ്പേ ആദ്യം തന്നെ നമുക്ക് ഇതെടുത്ത് ഈ ഒരു വടി വേണം മണിച്ചിത്രത്താഴത്തൊക്കെ പോലെ. ഇന്ന് മാത്രല്ല ഇത് ഈ രണ്ടാളുണ്ടല്ലോ ഈ കൂട്ടിട്ടിട്ടുള്ള ഇവര് നമ്മളെ കാണുമ്പോഴേക്കും നമ്മൾ മുട്ടെടുക്കാൻ പോകുമ്പോൾ വേറെ കോഴികളൊന്നും പിടിക്കാനാക്കില്ല. അപ്പൊ കൊച്ചു അപ്പൊ ഈ ഒരു വടി എപ്പോഴും വേണം. എന്താ വണ്ടിയല്ലേ കുട്ടിയൊക്കെ ഞങ്ങള് സ്റ്റാർട്ട് ഇത് ഒരാളേക്ക് പോണ്ട്. മൂന്നെണ്ണുള്ളൂ, നാലെണ്ണായ പൊന്തിക്ക് പൊന്തിക്ക് അപ്പുറത്തെ സൈഡിലുണ്ടാവും ചിലപ്പോ. ഇവിടൊക്കെ ഒരു കുഞ്ഞത് മറ്റേ പോയിട്ടുണ്ട് തോന്നണിട്ടാ. ആ ചെറിയറ്റങ്ങളെ അല്ലാതെ ഇറങ്ങിക്കണേ. ഇണ്ടാ ഇന്നലത്തെ മുട്ടയാണ് കേട്ടോ. രാവിലെ നമ്മൾ എടുത്തിക്കണേ, ഇന്നലെ വൈകുന്നേരം എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ആ മുട്ടയാണിത്. ഈ വടിയിലേക്ക് അവിടെ നടക്കാൻ പറ്റൂല, നമ്മള് ശ്രദ്ധിക്കൂല കേട്ടോ. നമ്മള് ബാക്കിലൂടെ വന്നിട്ട് കാലിന് കൊത്തു ഷൂ ഇട്ടിട്ടാ ഞങ്ങൾ ഇതിക്ക് വരല്. ഒന്നൊരു കുരി തലമ കണ്ടു. ഇതിന് തലമ കുരി ചെറുക്കാൻ പോണം ബസ്സിലേക്ക്. ഈ മരുന്നൊരു പോകാൻ ആണ്ട് ചെരിയുമ്പോൾ താഴത്തേക്കാണ് പോവത്. എല്ലാം കൂടി അല്ലോ കൈ പിടിച്ചിട്ടല്ല. ഈ മരുന്ന് അത് നല്ല ഇതിന് കുടിപ്പില്ലല്ല. ഒരു വെള്ളക്കൂലുണ്ട് ഇവിടെ. ഉപ്പുണ്ട്. ഇതെന്തോ തിന്നിക്കണ. ഞാൻ ഇന്നലെ അവിടെ വരും. വേറെ ചെറിയ കോഴി വലിയ ഇതാ കോഴി അതാ കണ്ണിന്.
ഇതിന്റെ കണ്ണുണ്ടോ? കണ്ണിനുള്ളിൽ കാക്കൽ ചൂടായിട്ടാ ഇപ്പൊ നമ്മള് മുട്ടൊക്കെ കഴുകി കൊടുത്തിട്ട് മുട്ടൊക്കെ അപ്പോഴേക്ക് നമ്മൾ ചോറ് വെള്ളമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കിണറില്ലാത്ത പിന്നെ നമ്മളെ ഈ ഒരു റംബുട്ടാൻ ഉണ്ടല്ലോ, അന്ന് നമ്മള് വളമൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഈ റംബുട്ടാൻ പൂത്തിട്ടില്ല കേട്ടാ. ഓ എടുത്തു. ഇതൊക്കെ ഞങ്ങളെ ആക്രി സാധനങ്ങളാണ്, വിൽക്കാനുള്ള ആക്രി സാധനങ്ങളാണ്. ഇതവിടെതാ പിന്നെന്താ, ഇതൊക്കെ ആക്രികളാണ്. ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ മേടിച്ചരിക? ഞാൻ അവിടെ പോയി നോക്കാം. ഇത് ഞങ്ങളെ കരിയിലൊക്കെ അടിച്ചു വാരി അതൊക്കെ കൊണ്ടുവന്നിടും. ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ മാങ്ങ പെറുക്കാൻ വന്ന കേട്ടോ. പക്ഷേ ഈ കുഴിയിൽ ഒരുപാട് മാങ്ങ ഉണ്ട് കേട്ടോ. ഒരു ദിവസവും നമ്മൾ ഇതിൽ നിന്ന് മാങ്ങ എടുക്കാറില്ല. പക്ഷെ അതൊക്കെ മടിച്ച് നിൽക്കുവേ, അതവിടെ കിടന്നോട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് എങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ് അവിടെ. ഇടക്കര മാമാന്റെ മൂന്ന് ഇറങ്ങണായിരിക്കും. കൈമ ബലം കൊടുത്തിട്ട് വലത്തെ കാലൊക്കെ ഞാൻ എന്റെ തല പൊട്ടി. ഇതാണ് അവസ്ഥ. ഒക്കെ സിമ്പിൾ ഇറങ്ങാന്. അതാ തലക്കൊന്നേ അവിടെതാ. അല്ല, നിങ്ങൾ എന്ത് ഈസി ആയിട്ട് ഇറങ്ങിയത്, എന്നെ കൊണ്ട് പറ്റൂല. കൊണ്ടുവരണ്ടാ? കൊതു കടിച്ചിക്കാൻ വയ്യ. ഓ കൊതിടിക്കണ്ടിട്ടമ്മ. ഞാൻ
അതല്ലതാ അറിയില്ല ഇതാണ് ചുറ്റും. ദിലാത്തിന്ന് അറിയപ്പെടാം ശരിയാക്കിക്കണം. അവിടെ അതാ വലിയ മാങ്ങയാണ് കേട്ടാ, വലിയ മാങ്ങയാണ്. ഇതാ ഈ ഒരു മാവിലുള്ളതാണ്. നമ്മൾ വരാൻ വൈകുമ്പോൾ ഇതുപോലെ ആക്കി. പിന്നെ ഇവിടെ വാ അവിടെ ഇത് ദിലാത്തിയാണ്. പിന്നെ ഇവിടെ വേറൊരു ടൈപ്പ് ഉണ്ട്, കാണിച്ചിട്ട് വീണിട്ടില്ല. ഞാൻ പോണ്ടേ ഇവിടുത്തെ പണി ചെയ്ത് അവിടുന്ന് കഴിഞ്ഞാൽ വരാം. ഭായിമാരുടെ ठीक है ठीक है मामा പിന്നെ നമുക്ക് കിട്ടിയ മാങ്ങയാണ് കേട്ടത്. സാധാരണ ഒരു വീട്ടമ്മേൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കൂലല്ലോ. അതുപോലെ ഒരു കുഞ്ഞ് കമൻറ്റ് ഇടാനും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.